ചന്ദ്രികയുടെ പാരമ്പര്യം വളരെ അനർഘമാണ്. ചന്ദ്രികയുടെ പഴക്കം മാത്രമല്ല, ചന്ദ്രികയുടെ ഉള്ളടക്കം, സന്ദേശം. ചന്ദ്രിക പതിറ്റാണ്ടുകളായിട്ട് മലയാളക്കരയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ സാംസ്കാരികവുമായൊരു ദൗത്യമുണ്ട്. ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് വളരെ കനപ്പെട്ട ഒരു സാഹിത്യ പ്രസാധനം എന്ന നിലയിൽ മാത്രമല്ല, മലയാളത്തിലെ ഒന്നാംകിട എഴുത്തുകാർ എഴുതി തുടങ്ങിയ അവരുടെ ആദ്യകാല എഴുത്തിന് വേദിയൊരുക്കിയ, അതിന് സന്ദർഭമൊരുക്കിയ മലയാളക്കരയിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പത്രസ്ഥാപനമാണ്. ചന്ദ്രിക ഒരുപാട് വളർന്നിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് ചന്ദ്രികയുടെ സ്റ്റാളിലെത്തിയത്. ചന്ദ്രിക അബുദാബിയിൽ നിന്ന് പുതിയ ഒരു എഡിഷൻ തുടങ്ങുകയാണ്. അതിനുള്ള ഒരു ഒരുക്കപ്പാടുകൾക്കിടയിലാണ് ഈ ഒരു സ്റ്റാൾ സന്ദർശിക്കാനിടയായിട്ടുള്ളത്. ചന്ദ്രികയും പ്രവാസി സമൂഹവും ഗൾഫും തമ്മിലൊക്കെ ഉള്ള ഒരു പിരിയാത്ത ഇഴ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ കൂടെ ഒരു നിദർശനമാണ് ഇവിടെ ചന്ദ്രികയ്ക്ക് ലഭിക്കുന്ന പുതിയ സ്വീകാര്യത. ഗൾഫ് ചന്ദ്രിക വളരെ സജീവമായി നിൽക്കുന്ന ഒന്നാണ്. അതോടൊപ്പം ചന്ദ്രികയുടെ ഈ സ്റ്റാളിൽ വരാനും വേണ്ടി കൂടി കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ നമ്മുടെ മഹാന്മാരുടെ ഒരുപാട് ജീവിതാനുഭവങ്ങളുടെയും പുസ്തകങ്ങൾ കൂടിയുള്ളൊരു സ്ഥലമാണ്. ഗൾഫ് ചന്ദ്രികയ്ക്ക് പ്രത്യേകമായും ഒരു ലൈക്ക് കൂടി കൊടുക്കുകയാണ്. ഇത് ലോകാത്ഭുതങ്ങളിലൊന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ലിറ്ററസിയിൽ വളരെ പിറകെ പോയ ഒരു നാട്. ആ നാട് ലോകത്തെ വികസിത ലിറ്ററസി റെവല്യൂഷണറി രാജ്യങ്ങളെക്കാളും ഏറെ ഈ ലിറ്ററസി പ്രോത്സാഹനത്തിന് മുന്നിട്ട് നിന്നു എന്നത് വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് ഷാർജ ഭരണാധികാരികളെ ഈ വിഷയത്തിൽ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട്. 43 വർഷക്കാലം എന്ന് പറയുമ്പോൾ ലോകത്ത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുമുള്ള മനുഷ്യന്മാർ വർഷത്തിലൊരു ദിവസം കണ്ടുമുട്ടുന്ന ലോകത്തിലെ ഒരു വേദി കൂടിയാണ് ഈ ഷാർജ ഫെസ്റ്റിവൽ. ഞാൻ പോലും 4-5 തവണ ഇതിൽ പങ്കെടുക്കാനായി മാത്രം വന്നിട്ടുണ്ട്. കാരണം ഇത് ലോകമാണ്, ഇത് ലോക പുസ്തക മേളയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിശ്വസാഹിത്യകാരന്മാർ തൊട്ട് എഴുതി തുടങ്ങി പിച്ച വെച്ച് വരുന്നവർ പോലും എല്ലാവർക്കും തുല്യ ഇടമാണ് അവിടെയാണ്. അപ്പം എഴുത്തുകാരുടെ ഒരു ലോകമഹാസമ്മേളനമാണ്, അല്ലെങ്കിൽ പുസ്തക ലോകത്ത് വിരാജിക്കുന്ന ലോകത്തുള്ള മനുഷ്യന്മാർ അവരെല്ലാം ഒത്തുകൂടുന്നൊരിടമാണ്. ആ നിലക്ക് ഓരോ വർഷം കൂടുന്തോറും ഷാർജ ഈ ബുക്ക് ഫെയർ അതിന് തീവ്രത കൂടിയാണ്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് ധാരാളം, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാള എഴുത്തുകാരൊക്കെ തങ്ങളുടെ പുസ്തകങ്ങൾ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളുടെ പങ്കാളിത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള പദവികൾ കേരളത്തിൻ്റെ സർക്കാർ എഴുത്തുകാരും അതുപോലെ പ്രസാദങ്ങളും ഇവരുടെ പല ആളുകൾക്കും തന്നെ അതിൽ ചെറിയ ചെറിയ കഴിവുകൾ എഴുതുവാനും പ്രചരിപ്പിക്കുവാനും അവരുടെ ജീവിതം ശൈലികൾ കഴിഞ്ഞു പോയിട്ടുള്ള ജീവിതകാലങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ ഗൾഫ് ചന്ദ്രിക. നമുക്കറിയാം, നമ്മുടെ ജിഹയായിട്ടുള്ള, നമ്മുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രികയെക്കുറിച്ച് പറഞ്ഞാലും തീരാത്തതാണ്. ഒരു നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ചന്ദ്രികയുടെ ആ പ്രയാണം. അപ്പോൾ അതിലെ ഗൾഫ് ചന്ദ്രിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ പത്രം ഉൾപ്പെടെയുള്ള എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അപ്പം ചന്ദ്രികയുടെ സ്റ്റാള് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇതിനു വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അത് തന്നെയായിട്ട് കാണുന്നു. ഞാൻ ഓരോ വർഷവും കാണുമ്പോഴും അത്രമേൽ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നതും നമ്മളായിട്ടൊക്കെ തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട്. അത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ 1-2 ദിവസത്തെ അവസ്ഥയിലാണ് വരുന്നത്. പക്ഷേ ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും പലരും വന്ന് പല പുസ്തകങ്ങളും പ്രകാശിപ്പിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. പുസ്തകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് എല്ലാ മനുഷ്യരിലും ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഒരു കഥയാണ്. ആ കഥ പുതിയതായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അത് മറ്റുള്ളവർ വായിക്കുമ്പോഴാണല്ലോ നിലനിൽക്കുന്നത്. അങ്ങനെ വായിക്കപ്പെടട്ടെ എന്നുള്ള ഒരു പ്രത്യാശ.
ദേശീയ അന്തർദേശീയ വാർത്തകൾ, ഗൾഫ് വാർത്തകൾ, എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക്. ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക.